ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡും റോബസ്റ്റ പഴവും കൊണ്ടൊരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ? ഞാൻ പഴം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനുശേഷം സ്റ്റവിലൊരു ചീനിച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ കോക്കനട്ട് ഓയിലാണ് ഉള്ളതെങ്കിൽ അത് ഒഴിച്ചാലും മതി. ഇപ്പം എൻ്റെ കയ്യിൽ കോക്കനട്ട് ഓയിലും ഉണ്ട്, പിന്നെ ഇപ്പം നെയ്യും ഉണ്ട്. നെയ്യിലാകുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നെയ്യ് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചാൽ പഴം എടുത്തിട്ട് കൊടുക്കാമേ. പഴം ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഏത്തപ്പഴമൊക്കെ കിട്ടുമല്ലോ. അപ്പം ഏത്തപ്പഴമാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം ഇവിടെ ആയതുകൊണ്ട്, ഇപ്പം മൊറീഷ്യസിലായതുകൊണ്ട് നമുക്ക് ഇപ്പം റോബസ്റ്റ പഴമല്ലേ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ തീരെ ചെറിയ പഴങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിനെക്കാട്ടിലും എനിക്ക് ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് റോബസ്റ്റ പഴം വെച്ചിട്ട് തന്നെയാണ്. ഇപ്പം നാട്ടിലുള്ളവർക്ക് ഇപ്പം ഏത്തപ്പഴവും അല്ലെങ്കിൽ ഞാലിപ്പൂവൻ പഴം, പിന്നെ പൂവൻ പഴം, പിന്നെ പാളയംതോടൻ പഴം, ഇതൊക്കെ യൂസ് ചെയ്യാം. ഇത് നമ്മൾ നല്ലതായിട്ട് വഴറ്റി കൊടുക്കണേ. ഇപ്പം ഒരു വഴറ്റി കൊടുത്തപ്പോൾ ഒരു ഗോൾഡൻ കളർ വന്നിട്ടില്ലേ? ഇതിലേക്ക് ഇപ്പം നിങ്ങൾക്ക് ഷുഗർ ആഡ് ചെയ്യണമെങ്കിൽ ഷുഗർ ആഡ് ചെയ്യാം. ഏലക്ക പൊടിച്ചതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏലക്ക പൊടിയൊക്കെ ചേർക്കാം. അപ്പം നല്ല ടേസ്റ്റായിരിക്കും ഷുഗറും ഏലക്ക പൊടിയൊക്കെ ഇടുമ്പം. ഇപ്പം ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ ഷുഗറും ഏലക്കാപ്പൊടിയൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാനാണെങ്കിൽ ഷുഗറൊന്നും ആഡ് ചെയ്യാറില്ല. നല്ലതായിട്ട് ഞാൻ വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 ബ്രെഡും കൂടെയാണ് എടുക്കുന്നത്. അപ്പം ഞാനിനി ആ ബ്രെഡ് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കാൻ പോവുകയാണ്. കാരണം ഇതിപ്പം നല്ല ഒരു ക്രീം രൂപത്തിലായിട്ടുണ്ട്. ഇപ്പം ഞാൻ ബ്രെഡ് ചൂടാക്കാൻ വെച്ച ഇതാണ് കാണുന്നത്. എന്നിട്ട് ഞാൻ ബ്രെഡിലോട്ട് ഈ കൂട്ട് നല്ലതായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട്. കണ്ടോ നല്ലൊരു ക്രീം രൂപത്തിൽ വന്നിട്ടില്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലേ ഒരു കമൻ്റൊക്കെ ചെയ്യണേ. നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കണേ. ഇപ്പോൾ ഓഫീസിൽ പോകുന്നവർക്കൊക്കെ വളരെ എളുപ്പം ഉണ്ടാക്കി കഴിച്ചിട്ട് പോകാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇത് ഞാൻ നല്ലതായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഉച്ചവരെയൊക്കെ വിശപ്പില്ലാതെ നിൽക്കാൻ പറ്റും ഇത് കഴിച്ച് കഴിയുമ്പോൾ. ഇതിൻ്റെ കൂടെ ഞാനാണെങ്കിൽ 2-3 ഡേറ്റ്സും പിന്നെ 2-3 കാഷ്യൂനട്ടും ഒക്കെ കഴിക്കാറുണ്ട്. നിങ്ങളും അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.